ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്ക് അഫോർഡബിൾ റേറ്റിന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ കാണിക്കുന്നത് കെറോണിൻ്റെ 5 പീസ് അടങ്ങുന്ന ഒരു കിച്ചൺ നീവ് സെറ്റാണ് കേട്ടോ. വിത്ത് ഹോൾഡർ സ്റ്റാൻഡും ഉണ്ട്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 കത്തി വരുന്നത്, 1 പീലറാണ് കേട്ടോ. എല്ലാ നീഫും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിൽ കത്തി വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ലെങ്കിൽ ഇതുപോലൊരു ഹോൾഡർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് ഒരു സ്ട്രെയിനർ ബൗളാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബൗൾ കേട്ടോ. ജസ്റ്റ് 100 സംതിങ് റേറ്റ് വരുന്നുള്ളൂ. ഈ റേറ്റിന് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. ഒരുപാട് വലിപ്പമൊന്നും കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് മാത്രം വലിപ്പം കൊടുത്തിട്ടുള്ളൂ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തായാലും ഒരു ബൗൾ എടുക്കുമല്ലോ. ആ ഒരു ടൈമിൽ ഈ ഒരു ബൗൾ നമുക്ക് എന്തായാലും ഒരു ഹെൽപ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കേട്ടോ. വാഷ് ചെയ്യുന്ന സമയത്ത് ബൗളിലൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗ്രേറ്റർ. ഒട്ടുമിക്ക വീടുകളിലും ഗ്രേറ്ററും പീലറൊക്കെ ഏകദേശം ഒരേപോലെ യൂസ് ചെയ്യാറുണ്ട്. ഈ സലാഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ജസ്റ്റ് 100 സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രേറ്ററിന്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ കിച്ചണിലേക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിയാലും നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് ഡിഷ് ഡ്രൈയിങ് മാറ്റ്. നമ്മളെ കിച്ചണിലെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. സിലിക്കോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു മാറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കബോർഡിൻ്റെ മുകളിലേക്കായിട്ട് ഈ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്ന സമയത്ത് കബോർഡ് നാശാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസൊക്കെ നമുക്ക് ഈ ഒരു മാറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മിക്ക വീടുകളിലും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, വൈപ്പർ. ഈ ഒരു വൈപ്പറിന് ടോട്ടൽ റേറ്റ് വരുന്നത് 100 സംതിങ് ആണ്. 100 സംതിങ്ങിന് ഏകദേശം 115 താഴെയാണ് റേറ്റ് വരുന്നത്. ഈ റേറ്റിന് 3 വൈപ്പറാണ് കേട്ടോ ലഭിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത്തരം പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഓർത്ത് വെച്ച് നമ്മൾ വാങ്ങിക്കണമെന്നില്ല. പക്ഷെ നമുക്കിതുപോലെ ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലില്ലാത്ത ഇതുപോലെയുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ കിച്ചണിലെ മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ എടുത്തതായിട്ട് കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. കാണാനൊക്കെ നല്ല നീറ്റായിട്ടും ഒരു ഭംഗിയിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വുഡ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വുഡല്ല, ശരിക്കും ഇതൊരു പ്ലൈവുഡാണ്. മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കട്ടിംഗ് ബോർഡ്. ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ. ജസ്റ്റ് 100 സംതിങ് റേറ്റ് വരുന്നുള്ളൂ. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും വേർത്താണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ കാണിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കിച്ചൺ സ്ലാബിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നും. പിന്നീട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. ഈ ഒരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു സൗണ്ടൊക്കെ ഉണ്ടാവും, കട്ട് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവും. ചിലർക്കത് ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലർക്കൊന്നും വലിയ പ്രശ്നം വരില്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റേറ്റ് വരുന്നത് 400 സംതിങ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡിന്. നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു നീവ് സെറ്റാണ് കേട്ടോ. ഞാൻ തൊട്ട മുൻപ് ഒരു നീവ് സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു സ്റ്റാൻഡിങ് ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ വന്നിട്ടില്ല. ഇതിന് പകരമായിട്ട് ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഓരോ നീഫും വന്നിട്ടുള്ളത്. എല്ലാ കത്തികൾക്കും അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട്. ഇനി സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല.
ഈ ഒരു നീഫ് അത്യാവശ്യം വലിയൊരു നീഫ് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മളെന്തായാലും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ നീഫ്. ഈ ഒരു സെറ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഹെൽപ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു നീഫ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 300 സംതിങ് ആണ്. 4 കത്തിയും ഒരു കത്രികയും ഒരു കട്ടിംഗ് ബോർഡുമാണ് കേട്ടോ ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. 300 സംതിങ്ങിന് നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു സെറ്റിന് എന്തായാലും എക്സ്ട്രാ വേർത്താണ് കേട്ടോ. അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡ് നല്ല ക്വാളിറ്റിയുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ കൂടെ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലെ സിങ്കിലൊക്കെ വെക്കുന്ന ഡിഷ് ഡ്രെയിനറാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 400 സംതിങ് ആണ് കേട്ടോ. ഈ ഒരു ഡിഷ് ഡ്രെയിനറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം കംപ്ലീറ്റ് ഈ ഒരു ഡ്രെയിനറിലേക്കാണ് വീഴുന്നത്. പിന്നീട് അതിന്ന് സ്ലാബിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് ഇടയ്ക്കിടെ ഈ ഒരു പ്ലേറ്റ് ഹോൾഡറൊക്കെ ഒന്ന് നീറ്റാക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ സ്പൂണുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിനും ഒരു സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കബോർഡിനുള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് ആണല്ലോ ഉള്ളിലുണ്ടാവുക. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ പൂപ്പലും പായലൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നനവ് വരുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. കിച്ചൺ നീറ്റാക്കി കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ ബോക്സസ് ആണ് കേട്ടോ. ടോട്ടൽ 3 ബോക്സാണ് വരുന്നത്. അതും ജസ്റ്റ് 200 സംതിങ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവർക്ക് മസ്റ്റ് പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ കയ്യിൽ എത്ര പാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇതേപോലത്തെ കണ്ടെയ്നർ ബോക്സുകൾ നിർബന്ധമാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ വെക്കാവുന്നതാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. 200 സംതിങ്ങിന് ഇത്രയും ക്വാളിറ്റിയുള്ള 3 കണ്ടെയ്നേഴ്സ് ബോക്സ് നമുക്ക് കിട്ടാനിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വേർത്താണ് കേട്ടോ. കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാം യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മീഷോ പർച്ചേസ് ആണ്. എല്ലാം അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പുതിയൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.